ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2025 റിട്ടൻഷൻ അപ്ഡേറ്റ് ഒക്കെ BCCI പുറത്തു വിട്ടിരിക്കുകയാണ്. ടീമുകളെ സംബന്ധിച്ച് ഒക്ടോബർ 31 അവർക്ക് കിട്ടിയിട്ടുള്ള ഡെഡ് ലൈൻ. അവരുടെ റിട്ടൻഷൻ ഒഫീഷ്യലി പുറത്തുവിടാനുള്ള ഡെഡ് ലൈൻ ഒക്ടോബർ 31. നമുക്കറിയാം, നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യമേ ഇന്ത്യക്ക് പുറത്ത് വെച്ച് ഓപ്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ IPL 2025 ഓപ്ഷൻ അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ടീമുകൾ നിലനിർത്തുന്ന താരങ്ങൾ ആരൊക്കെയായിരിക്കും എന്ന് വളരെ ചൂടേറിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ 10 ടീമുകളും അവർ നിലനിർത്താൻ സാധ്യതയുള്ള 6 താരങ്ങളുടെ വീഡിയോ സീരീസിൻ്റെ പാർട്ട് 1 അല്ലെങ്കിൽ എപ്പിസോഡ് 1 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സോ ഒന്നാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ റിട്ടൻഷൻ അപ്ഡേറ്റിനെ കുറിച്ചാണ്. IPL 2025 മെഗാ താരതലത്തിൽ നിലനിർത്തുന്ന താരങ്ങൾ ആരൊക്കെ, അല്ലെങ്കിൽ അവർ RTM യൂസ് ചെയ്യാൻ പോകുന്ന താരങ്ങൾ ആരൊക്കെ. സോ RRൻ്റെ ഒരു കംപ്ലീറ്റ് ഓപ്ഷൻ പാക്ക് അതിൻ്റെ എപ്പിസോഡ് 1 ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. ഇതുപോലെ 10 ടീമുകളുടെയും പോസിബിൾ റിട്ടൻഷൻ വീഡിയോ എത്തിക്കുന്നതായിരിക്കും. സോ കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. രാജസ്ഥാൻ റോയൽസ് 2008 പ്രഥമ IPL ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് പിന്നീട് അങ്ങോട്ടൊരു കണ്ടകശനി തന്നെയായിരുന്നു. കാര്യമായിട്ടുള്ള പുരോഗമനം സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം നമുക്കറിയാം RRൻ്റെ ഗ്രാഫ് തന്നെ വളരെ മികച്ചതാണ്. പക്ഷേ ഇപ്പോഴും അവർ ആ ഒരു രണ്ടാമത്തെ കിരീടത്തിനെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ത്യയെ T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കിയ രാഹുൽ ദ്രാവിഡ് ഇത്തവണ രാജസ്ഥാൻ റോയൽസിൻ്റെ ഹെഡ് കോച്ച് വന്നിട്ടുണ്ട്. സോ അതിനാൽ തന്നെ അടുത്ത IPL സീസണിൽ RR ഒരു വമ്പൻ പ്ലാനുകളൊക്കെ നടത്തിയേക്കാം. ചില വമ്പൻ ട്രാൻസ്ഫറുകളൊക്കെ അവർ നടത്തിയേക്കാം. സോ രാജസ്ഥാൻ റോയൽസ് ഓപ്ഷനിൽ നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയായിരിക്കും? നമുക്കറിയാം, റിട്ടൻഷൻ സാലറി ഒക്കെ BCCI അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റിട്ടൻഷൻ 18 കോടി രൂപയും, രണ്ടാമത്തെ റിട്ടൻഷന് 14 കോടി രൂപയും, മൂന്നാമത്തെ റിട്ടൻഷന് 11 കോടി രൂപയും, നാലാമത്തെ റിട്ടൻഷന് അതായത് അൺക്യാപ്ഡ് പ്ലെയർക്കുള്ള സാലറി 4 കോടി രൂപയുമായിരിക്കും. സോ ഈ ഒരു റിട്ടൻഷൻ അപ്ഡേറ്റ് പ്രകാരം രാജസ്ഥാൻ റോയൽസ് 4 താരങ്ങളെ നിലനിർത്തും. അതോടൊപ്പം തന്നെ 2 RTM RR യൂസ് ചെയ്തേക്കാം. സോ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തുന്ന ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷൻ, അതായത് 18 കോടി രൂപയ്ക്ക് അവർ നിലനിർത്താൻ പോകുന്നവരുടെ ഫസ്റ്റ് ചോയ്സ് റിട്ടൻഷൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയാണ്. ഇനി 14 കോടി രൂപയ്ക്ക്, അതായത് അവരുടെ രണ്ടാമത്തെ സെക്കൻഡ് ചോയ്സ് റിട്ടൻഷനായിട്ട് വരാൻ പോകുന്നത് യുവതാരമായിട്ടുള്ള യശസ്വി ജയ്സ്വാൾ ആയിരിക്കും. ഇനി RRൻ്റെ മൂന്നാമത്തെ റിട്ടൻഷൻ അത് ജോസ് ബട്ട്ലർ ആയിരിക്കും. 11 കോടി രൂപയാണ് നമുക്കറിയാം മൂന്നാമത്തെ റിട്ടൻഷന് ടീമുകൾക്ക് നൽകാൻ സാധിക്കുന്ന മാക്സിമം എമൗണ്ട്. അതോടൊപ്പം തന്നെ ഇനി BCCI ഏറ്റവും പുതുതായി കൊണ്ടുവന്ന റൂളായിരുന്നു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും 5 വർഷമായി വിരമിച്ച താരങ്ങളെ അൺക്യാപ്ഡ് കാറ്റഗറിയിൽ കൂട്ടാമെന്നത്. സോ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചും ആ ഒരു റൂൾ അവർക്ക് ഗുണം ചെയ്യും. കാരണം സന്ദീപ് ശർമ്മ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് കാലം കുറേ. സോ അതിനാൽ തന്നെ അൺക്യാപ്ഡ് പ്ലെയറായിട്ട് സന്ദീപ് ശർമ്മയെ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജ്മെൻറ്റിന് സാധിക്കും. അതിനാൽ തന്നെ അൺക്യാപ്ഡ് കാറ്റഗറിയിൽ 4 കോടി രൂപ സാലറിയിൽ സന്ദീപ് ശർമ്മയെ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയേക്കും. സോ ഇതാണ് RRൻ്റെ ഡയറക്റ്റ് ഫോർ റിട്ടൻഷൻസ്. ഇനി അവർ RTM യൂസ് ചെയ്യുകയാണെങ്കിൽ യുസ്വേന്ദ്ര ചഹലിനെയും റിയാൻ പരാഗിനും വേണ്ടിയായിരിക്കും RTM RR യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പോസിബിൾ റിട്ടൻഷൻ ലിസ്റ്റും അവർ യൂസ് ചെയ്യുന്ന RTMസിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.